എല്ലാ പ്രാവശ്യത്തെ പോലെ നമുക്ക് ഇന്നും പഴച്ചെടികളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ലോങ്ങൻ വെറൈറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ലോങ്ങൻ വെറൈറ്റിയെ കുറിച്ച് മനസ്സിലാക്കുക മാത്രമല്ല ഇതിൻ്റെ പരിചരണ രീതികൾ കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ലോങ്ങൻ വെറൈറ്റികൾ ഒരുപാട് ടൈപ്പ് വെറൈറ്റികൾ ഉള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈയിടെയായിട്ട് ഒരുപാട് പേര് പറയുന്ന പ്രശ്നമാണ് റൂബി ലോങ്ങൻ്റെ ഒരു കാമ്പില്ലാത്തൊരു പ്രശ്നം, അതുപോലെ തന്നെ അത് വേസ്റ്റ് ഫ്രൂട്ടാന്നൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ ചുവന്ന ലോങ്ങൻ വെറൈറ്റി വെച്ച് പിടിപ്പിക്കുകയും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ലോങ്ങൻ വെറൈറ്റികൾ എല്ലാത്തിനെയും പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് ഈ ഒരു ചുവന്ന ലോങ്ങനായിട്ടുള്ള റൂബി ലോങ്ങൻ. അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം പലരും പറയുന്നത് കാമ്പില്ല, അല്ലെങ്കിൽ കഴിക്കാൻ മാത്രം ഒന്നും ഇതിനകത്തില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. വിത്ത് വലിപ്പം കൂടുതലാന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് പൊതുവെ എല്ലാ ലോങ്ങൻ വെറൈറ്റികൾക്കുള്ള ഒരു പ്രശ്നമാണ്. ഇനിയിപ്പോൾ പിങ് പോങ് വെച്ചാൽ പോലും ആദ്യം കായ്ക്കുന്ന 2-3 വർഷത്തേക്ക് ഈ കായ്ക്ക് ഫ്ലഷ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ അതിനെ പരിചരിക്കുന്നുണ്ട് അതിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന ഫ്രൂട്ടിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ റൂബി ലോങ്ങൻ നമ്മൾ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അത് മറ്റുള്ള ഫ്രൂട്ടുകളാണെങ്കിലും ചട്ടിയിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പൊതുവെ അതിന് വലുപ്പം കുറവായിരിക്കും. അപ്പോൾ ഈ റൂബി ലോങ്ങനൊക്കെ നമ്മൾ നല്ല വലുപ്പത്തിലുള്ള കാ കിട്ടണമെന്നുണ്ടെങ്കിൽ നിലത്ത് തന്നെ വെക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. അപ്പോൾ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സൈസ് ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ചട്ടിയിൽ വെച്ചിരിക്കുന്ന ഒരു റൂബി ലോങ്ങനാണ്. ഇത് കൂടാതെ തന്നെ നമ്മൾ മണ്ണിൽ വെച്ചിരിക്കുന്ന റൂബി ലോങ്ങനുണ്ട്. രണ്ടും സെയിം പ്ലാന്റ് തന്നെയാണ്, പക്ഷേ രണ്ടിനും ഫ്രൂട്ടിൻ്റെ കാര്യത്തിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ മണ്ണിൽ വെച്ചിരിക്കുന്ന റൂബി ലോങ്ങൻ നല്ല സൈസും ഉണ്ട്, നല്ല ഫ്രൂട്ട് ഫ്ലഷും ഉണ്ട്. എന്നാൽ നമ്മൾ ഈ ചട്ടിയിൽ വെച്ചിരിക്കുന്ന ലോങ്ങന് വളരെ ചെറിയ പഴങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഇതിൽ വേരുകളെല്ലാം നന്നായിട്ട് തെങ്ങി നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ നമ്മൾ ഒന്നെങ്കിൽ ഡ്രമ്മിലേക്ക് അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാലാണ് പിന്നീടുള്ള സമയങ്ങളിൽ ഫ്രൂട്ട് കുറച്ചുകൂടി സൈസ് വരുന്നത് കാണുന്നത്. അതുപോലെ തന്നെ ഈ ചട്ടിയിൽ വെച്ചിരിക്കുന്ന ഈ റൂബി ലോങ്ങൻ, ഈ ചുവന്ന ലോങ്ങന് കായകളുടെ പിടുത്തം കുറച്ച് കുറഞ്ഞു വരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പ്ലാന്റ് സ്റ്റണ്ടായി പോകുന്നതനുസരിച്ച് നമ്മുടെ ഫ്രൂട്ടിൻ്റെ ക്വാളിറ്റിയും കുറഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാണ്ട് നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഈ റൂബി ലോങ്ങനും നമുക്ക് നല്ല രീതിയിൽ ഫ്ലഷൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് പാകമായി കഴിയുമ്പോഴാണ് ഏതൊരു പഴങ്ങളും അതിൻ്റെ മാക്സിമം സൈസിലേക്ക് വരുള്ളൂ. ഈ റൂബി ലോങ്ങിൻ്റെ ഒരു പ്രധാന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സൈസ് ഈ ഫ്രൂട്ട് മെച്യൂർ ആവുന്ന മുൻപ് തന്നെ ഈ ചുവപ്പ് കളർ ഉണ്ടാകുമ്പോൾ പലരും അത് ഫ്രൂട്ട് ആയിട്ട് വലിപ്പമായിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് പൊട്ടിച്ചെടുത്ത് കഴിക്കാറുണ്ട്. ഈ സമയങ്ങളിൽ ഇതിന് വലിപ്പം കുറവായിരിക്കും. ഫ്രൂട്ട് അതിൻ്റെ മാക്സിമം പഴുപ്പിലേക്ക് എത്തുന്ന ആ സമയത്താണ് ഫ്രൂട്ട് നല്ല വലിപ്പത്തിലേക്ക് വരും. ഈ സമയത്ത് കൂടുതൽ വാട്ടർ കണ്ടൻ്റ് എല്ലാം ഇത് ആഗിരണം ചെയ്ത് ആ സമയത്ത് ഫ്രൂട്ട് ഒന്നും കൂടി സൈസ് എത്താറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് വളമാണ് ഈ ലോങ്ങൻ വെറൈറ്റികൾക്ക് കൊടുക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടാഷ്യം അതുപോലെ തന്നെ ഫോസ്ഫേറ്റും അടങ്ങിയ വളങ്ങളാണ് ഈ ലോങ്ങൻ വെറൈറ്റികൾ, എല്ലാ ലോങ്ങൻ വെറൈറ്റികളും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ പൊട്ടാഷ്യം അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് ഒക്കെ അടങ്ങിയ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് തന്നിട്ടുള്ള വളമുണ്ട്, അത് നൽകാം. അതല്ലെങ്കിൽ ഫാറ്റം ഫോസ് അല്ലെങ്കിൽ നമുക്ക് NPK തന്നെ നൈട്രജൻ വളരെ കുറവുള്ള NPK മിക്സ് ഒക്കെ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. കൂടാതെ തന്നെ നമുക്ക് ഈ നിലത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റുകൾക്ക് കുറച്ച് ജൈവവളങ്ങൾ, ചാണകപ്പൊടിയൊക്കെ ഉണക്കി പൊടിച്ചതൊക്കെ 6 മാസം കൂടും ഇട്ട് കൊടുക്കുന്നതും പ്ലാന്റിൻ്റെ ഒരു ഹെൽത്ത് കൂടി വരാനൊക്കെ ഒരുപാട് സഹായിക്കും. കൂടാതെ തന്നെ നമ്മൾ ഇടയ്ക്കൊരു ഫംഗിസൈഡും അതുപോലെ തന്നെ ഒരു പെസ്റ്റിസൈഡും 1.5 മാസം കൂടുമ്പോൾ എന്തായാലും തളിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കീടബാധകൾ ഈ റൂബി ലോങ്ങിന് കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇല തീനി പുഴുക്കളും അതുപോലെ തന്നെ ചില ഫംഗൽ രോഗങ്ങളൊക്കെ ഇപ്പോൾ ഈയിടെയായിട്ട് റൂബി ലോങ്ങിനെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൂടി കണ്ടറിഞ്ഞ് നമ്മൾ മരുന്നുകളൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല ഈൽഡും നല്ല രീതിയിൽ കാപ്പിടുത്തവും കാണുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ നമുക്ക് ഇതുപോലെ ഒരു വിശേഷമായിട്ട് കാണാം. അതുവരെ ഹാപ്പി ഗാർഡനിങ്.